Hello everyone, welcome to Computer Science. Today's topic, understanding content providers, and in this video we will be discussing about Android built-in providers, architecture of content provider. So currently നമ്മൾ second module start ചെയ്തിരിക്കുകയായിരുന്നു and we have discussed about Android resources. Android resources complete പറഞ്ഞു, string resource, layout resource, dimension resource, color resource, അങ്ങനെ എല്ലാ resources നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായി. നെക്സ്റ്റ് ടോപ്പിക്കാണ് കണ്ടന്റ് പ്രൊവൈഡർ. കണ്ടന്റ് പ്രൊവൈഡർ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ദ പാർട്ട് 1 വീഡിയോ. ഓക്കെ, അപ്പോൾ in this video we will be discussing about the basic concepts of this content provider. What is content provider? What is the need of content provider? Then about this Android built-in providers and the architecture of a content provider. അപ്പം ഇത്രയും കൺസെപ്റ്റ്സ് ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടന്റ് providers are Android's central mechanism that enables to access data of other applications, mostly information stored in databases or flat files. ആൻഡ്രോയിഡിൻ്റെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ മെക്കാനിസം ഒക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലായിക്കോട്ടെ, ഇപ്പോൾ ആൻഡ്രോയിഡിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളുടെ ഗാലറി, നമ്മളുടെ കോൺടാക്ട്സ്, കാലണ്ടർ, അങ്ങനെ ഒരുപാട് ബിൽറ്റ് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ അപ്ലിക്കേഷനും അവരുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഡാറ്റാബേസസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ആൻഡ്രോയിഡിൽ ബൈ ഡിഫോൾട്ട് എല്ലാ ഡാറ്റാബേസസും പ്രൈവറ്റ് ഡാറ്റാബേസസ് ആയിരിക്കും. ഇപ്പോൾ കോൺടാക്റ്റിലുള്ള കോൺടാക്ട് ഡാറ്റാബേസിനകത്തുള്ള കോൺടാക്ട്സ് ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടി മാത്രമുള്ളതാണ്, പ്രൈവറ്റ് ആണ്. മീഡിയാസ് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും പ്രൈവറ്റ് ഡാറ്റാബേസ് ആണ്. പക്ഷേ ഈ എല്ലാ ആപ്ലിക്കേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡാറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ് ഈ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. പ്രൈവറ്റ് ഡാറ്റാബേസ് വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് വേണം. ആ ഹെൽപ്പിംഗ് ആണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ ഈ ഊപ്പ് കൺസെപ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഉള്ളതല്ലേ, ഡാറ്റ എൻകാപ്സുലേഷനും ഡാറ്റ അബ്സ്ട്രാക്ഷനും ഒക്കെ എന്തിനാ അണ്ടർലൈൻ സ്ട്രക്ചർ ചെയ്ത് ഡാറ്റേനെ എൻകാപ്സുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മോർ ഡാറ്റ സെക്യൂരിറ്റി ഓൾസോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ എന്തിനാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, ദെൻ ഡാറ്റാസ് ഷെയർ ചെയ്യാൻ, ഇതിനെല്ലാം വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദേ ആർ ദ സെൻട്രൽ മെക്കാനിസം എനേബിൾസ് ടു ആക്സസ് ഡാറ്റ ഓഫ് അതർ ആപ്ലിക്കേഷൻ, മോസ്റ്റ്ലി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസസ് ഓർ ഫ്ലാറ്റ് ഫയൽസ്. ദേ സപ്പോർട്ട് 4 ബേസിക് ഓപ്പറേഷൻസ് നോർമലി കോൾഡ് ക്രൂഡ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ കണ്ടന്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ക്രൂഡ് ഓപ്പറേഷൻസ് ആണ് പറയുക. നമ്മൾ ഈ ഡാറ്റാബേസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, അതുതന്നെയാണ് create, read, update and delete. These are the major operations that are supported by content providers. Create, read, update and delete operations, they are known as CRUD operations. Okay, and this content providers provide data abstraction and encapsulation and provide mechanism for defining data security. ഞാൻ പറഞ്ഞല്ലോ, ഡാറ്റാസിനെ അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് എന്നെല്ലാം എൻകാപ്സുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡാറ്റ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു, ഡാറ്റ ഷെയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. The content provider component supplies data from one application to others on request. ക്ലിയർ അല്ലേ? ഒരു ആപ്ലിക്കേഷന് വേറെ ആപ്ലിക്കേഷൻസിലേക്ക് ഡാറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. Such requests are handled by the methods of content resolver class. നമ്മളിത് പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ക്ലാസ് ഒക്കെ ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടന്റ് റിസോൾവർ എന്നുള്ള ഇങ്ങനെയൊരു കണ്ടന്റ് റിസോൾവർ, ഇതേ സ്പെല്ലിംഗ് തന്നെയാണ് കേട്ടോ. കണ്ടന്റ് റിസോൾവർ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിലുള്ള മെത്തേഡ്സ് ആണ് നമ്മളെ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടന്റ് റിസോൾവർ ക്ലാസ്സിനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. A content provider can use different ways to store its data, and the data can be stored in a database, files or even or a network. അപ്പോൾ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡാറ്റാബേസിന് വേണ്ടി മാത്രം, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അതായത് ഡാറ്റാസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് ആണ്. അത് നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ഈവൻ ഡാറ്റാബേസിനകത്താകാം, ഫയൽസിലാകാം, ഫ്ലാറ്റ് ഫയൽസിലാവാം, അല്ലെങ്കിൽ നെറ്റ്വർക്കിലാവാം, എങ്ങനെയായാലും ഡാറ്റ സ്റ്റോർ ചെയ്യാം. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ്റെ ഡാറ്റ വേറൊരു ആപ്ലിക്കേഷന് യൂസ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഹെൽപ്പ് വേണം. ഓക്കെ, ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിലെല്ലാം കണ്ടന്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പ് വേണം. നീഡ് ഓഫ് കണ്ടന്റ് പ്രൊവൈഡർ. നീഡ് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എ ഡാറ്റാബേസ് ഇൻ ആൻഡ്രോയിഡ് ഇസ് പ്രൈവറ്റ് ടു ദ ആപ്ലിക്കേഷൻ ദാറ്റ് ക്രിയേറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ്റെയും ഡാറ്റാബേസ് പ്രൈവറ്റ് ആണ്. നോ കോമൺ സ്റ്റോറേജ് ഏരിയ ഇൻ ആൻഡ്രോയിഡ് ദാറ്റ് എവറി ആപ്ലിക്കേഷൻ ക്യാൻ ആക്സസ്. ഇപ്പം നമ്മളുടെ എല്ലാ ആപ്ലിക്കേഷൻസിനും ഇപ്പം ഗാലറി ഒക്കെ നമുക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ, ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ, അതൊക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണ്, ഡിഫോൾട്ട് അല്ല. എന്നാലും അവർക്ക് എല്ലാവർക്കും
അവരുടെ ഡാറ്റാസ് ഗാലറിയിൽ നിന്നുള്ള ഡാറ്റാസ് ഒക്കെ വേണം അല്ലേ? പക്ഷേ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഇല്ല. എല്ലാവരുടെ ഡാറ്റാബേസും അവർക്ക് പ്രൈവറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? ഫോർ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ടു യൂസ് എ ഡാറ്റാബേസ്, ആൻഡ്രോയിഡ് നീഡ്സ് ആൻ ഇന്റർഫേസ് that allows inter-application and inter-process data exchange. So that interface is known as what? Content provider. So interface that allows inter-application and inter-process data exchange. So that is the basic need of a content provider. ഇനി നമുക്ക് ബിൽറ്റ് ഇൻ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട് കുറച്ച്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രോയിഡിലെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ആണ് ഇവർ. എ നമ്പർ ഓഫ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ആർ പാർട്ട് ഓഫ് ആൻഡ്രോയിഡ്സ് API ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഓൾ ദി സ്റ്റാൻഡേർഡ് പ്രൊവൈഡേഴ്സ് ആർ ഡിഫൈൻഡ് ഇൻ ദ പാക്കേജ് ആൻഡ്രോയിഡ് ഡോട്ട് പ്രൊവൈഡർ. ഇപ്പം നമ്മൾ ഈ പാക്കേജസ് ഒക്കെ ജാവ പാക്കേജസ് ഒക്കെ പറഞ്ഞല്ലോ, ആൻഡ്രോയിഡ് ജാവ പാക്കേജസ് ഓരോന്നിനും വേണ്ടിയിട്ട് ഓരോ ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. അപ്പോൾ കണ്ടന്റ് പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള പാക്കേജാണ് ആൻഡ്രോയിഡ് ഡോട്ട് പ്രൊവൈഡർ. ഈ പാക്കേജ് യൂസ് ചെയ്താലാണ് ഇതിനകത്തുള്ള ക്ലാസ്സസും മെത്തേഡ്സ് ഒക്കെ നമുക്ക് പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദീസ് ആർ ദ സ്റ്റാൻഡേർഡ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ്. സോ ഫസ്റ്റ് വൺ ഇസ് ബ്രൗസർ. ബ്രൗസർ വേർഷനാണ് നോക്കണ്ട. നമ്മൾ SDK 1 തൊട്ടുള്ളതാണ് ബ്രൗസർ എന്നുള്ള കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ബ്രൗസർ എന്തിനായിരിക്കും? ഇറ്റ് മാനേജസ് യുവർ വെബ് സെർച്ചസ്, ബുക്ക് മാർക്സ് ആൻഡ് ബ്രൗസിംഗ് ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ ബ്രൗസിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാത്തിനും വേണ്ടിയാണ്. ബുക്ക് മാർക്ക് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ സൈറ്റ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യുന്നൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലേ? ബ്രൗസിംഗ് ഹിസ്റ്ററി സ്റ്റോർ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം ഒരു സ്റ്റോറിങ്ങിൻ്റെ ആവശ്യമുണ്ട് അല്ലേ, സ്റ്റോറേജിൻ്റെ ആവശ്യമുണ്ട്. സോ ആ ഡാറ്റാസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന കണ്ടന്റ് പ്രൊവൈഡറാണ് ബ്രൗസർ. നെക്സ്റ്റ് കലണ്ടർ കോൺട്രാക്ട്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ കലണ്ടർ ആണ്, അത് യൂസേഴ്സ് ഡിവൈസിലുള്ള കലണ്ടർ ആണ്. അതിനെ മാനേജ് ചെയ്യുന്ന കണ്ടന്റ് പ്രൊവൈഡറിന്റെ പേര് കലണ്ടർ കോൺട്രാക്ട് എന്നാണ്. മാനേജസ് ദ കലണ്ടേഴ്സ് ഓൺ ദ യൂസേഴ്സ് ഡിവൈസ്. കോൾ ലോഗ്, നമ്മളുടെ കോൾ ലോഗ്, മിസ്ഡ് കോളും ഇൻകമിംഗ് കോളും റിജക്റ്റഡ് കോളും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ. ആ കണ്ടന്റ് പ്രൊവൈഡർ ആണ്. ആ ഡാറ്റാസിനെ മാനേജ് ചെയ്യുന്ന ആളാണ് കോൾ ലോഗ്. ഇറ്റ് കീപ്സ് ട്രാക്സ് ഓഫ് യുവർ കോൾ ഹിസ്റ്ററി. നെക്സ്റ്റ് കോൺടാക്ട്സ്. കോൺടാക്ട്സ് എന്നുള്ളത് നമ്മുടെ കോൺടാക്റ്റ് ആണ്, പേര് കേട്ടാൽ അറിയാം. പക്ഷേ ഇത് ഡെപ്രിക്കേറ്റഡ് കണ്ടന്റ് പ്രൊവൈഡർ ആണ്. SDK 1 ഈ കോൺടാക്ട്സ് ഉണ്ടായിരുന്നത്. You should only use this provider if you need to support an SDK prior to SDK 5. അതായത് SDK 5 മുന്നുള്ള, അതായത് ഈ SDK 5 കോൺടാക്ട്സിന് പകരമുള്ള പുതിയ കണ്ടന്റ് പ്രൊവൈഡർ വന്നു. അതാണ് കോൺടാക്ട്സ് കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ ഈ SDK 5 മുന്നുള്ളതിൽ മാത്രമാണ് ഈ കോൺടാക്ട്സ് വരുന്നുള്ളൂ. നമ്മളിപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്നത് കോൺടാക്ട്സ് കോൺട്രാക്ട് എന്നാണ് നമ്മളുടെ പുതിയ കണ്ടന്റ് പ്രൊവൈഡറിന്റെ പേര്. It deals with all aspects of contact management, supersedes the contacts content provider. Content provider contactsന് supersede ചെയ്യുന്നതാണ്. എല്ലാ കോൺടാക്ട് മാനേജ്മെന്റും, നമ്മൾ ഫേവറേറ്റ് സെറ്റ് ചെയ്യുന്നതും കോൺടാക്ട് സ്റ്റോർ ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നത് കോൺടാക്ട്സ് കോൺട്രാക്റ്റിലാണ്. മീഡിയ സ്റ്റോർ എന്തായിരിക്കും? നമ്മളുടെ എല്ലാ മീഡിയ ഫയൽസും, മ്യൂസിക്, വീഡിയോ, പിക്ചേഴ്സ്, അപ്പോൾ നമ്മളുടെ ലാർജസ്റ്റ് സ്റ്റോറേജ് വരുന്നത് അവിടെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് മാനേജ് ചെയ്യുന്ന കണ്ടന്റ് പ്രൊവൈഡർ ആണ് മീഡിയ സ്റ്റോർ. ഇനി സെറ്റിങ്സ്. നമ്മളുടെ ഡിവൈസിലുള്ള എല്ലാ ഗ്ലോബൽ സെറ്റിങ്സും മാനേജസ് ഓൾ ഗ്ലോബൽ സെറ്റിങ്സ് ഓഫ് യുവർ ഡിവൈസ് ആൻഡ് ദാറ്റ് കണ്ടന്റ് പ്രൊവൈഡർ സെറ്റിങ്സ്. യൂസർ ഡിക്ഷണറി നമ്മളുടെ ഡിഫോൾട്ട് ഡിക്ഷണറി ഒക്കെ വരില്ലേ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുള്ള ഡിഫോൾട്ട് വേർഡ്സ് ഒക്കെ വരില്ലേ, ഓട്ടോമാറ്റിക്കലി വരില്ലേ, ആ ഒരു ഇറ്റ് കീപ്സ് ട്രാക്സ് ഓഫ് യുവർ ദ വേർഡ്സ് യു ആഡ് ടു ദ ഡിഫോൾട്ട് ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൻഡ്രോയിഡ് ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ്രോയിഡ് ഡോട്ട് പ്രൊവൈഡർ ആണ് ക്ലാസ്. ബിൽറ്റ് ഇൻ പ്രൊവൈഡേഴ്സ് വരുന്നത് ബ്രൗസർ, കലണ്ടർ കോൺട്രാക്ട്, കോൾ ലോഗ്, കോൺടാക്ട്സ് ഇപ്പം ഇല്ല, പകരം കോൺടാക്ട്സ് കോൺട്രാക്ട്, മീഡിയ സ്റ്റോർ, സെറ്റിംഗ്സ് ആൻഡ് യൂസർ ഡിക്ഷണറി. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, ആർക്കിടെക്ചർ ഓഫ് കണ്ടന്റ് പ്രൊവൈഡർ. അപ്പോൾ കണ്ടന്റ് പ്രൊവൈഡറിൻ്റെ നമ്മളുടെ സിലബസിനകത്ത് തന്നെ വരുന്നത് കണ്ടന്റ് പ്രൊവൈഡറും കണ്ടന്റ് പ്രൊവൈഡറിൻ്റെ ആർക്കിടെക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർക്കിടെക്ചർ പറയുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിളാണ്. സോ എ കണ്ടന്റ് പ്രൊവൈഡർ presents data to external applications as one or more tables, similar to tables in relational database. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ്റെ ഡാറ്റ വേറൊരു ആപ്ലിക്കേഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് ഇൻ ഫോംസ് ഓഫ് ടേബിൾസ്, 1 or more ടേബിൾസ് ആയിട്ടായിരിക്കും. സിമിലർ ടു നമ്മൾ റിലേഷണൽ MySQL ഒക്കെ നമ്മൾ പറയുന്ന ടേബിൾസില്ലേ, റിലേഷണൽ ഡാറ്റാബേസിൽ, അതുമാതിരി ടേബിൾസിൻ്റെ ആയിട്ടാണ് കണ്ടന്റ് പ്രൊവൈഡർ പ്രസൻറ്റ് ചെയ്യുന്നത്. A content provider coordinates access to the data storage layer in your application for a number of different APIs and components. അപ്പോൾ ഇനി ഈ ഡാറ്റ ഷെയറിങ് മാത്രമല്ല, ഇനി ഇങ്ങോട്ട് താഴേക്ക് പറയുന്ന ഓരോന്നും കണ്ടന്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ.
അപ്പോൾ ഡാറ്റ സ്റ്റോറേജ് ലെയർ ആക്സസ് ചെയ്യാൻ പോവാണ് ഫോർ എ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡാറ്റ ഷെയറിങ് അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജിനെ ആക്സസ് ചെയ്ത് ഡാറ്റ ഷെയർ ചെയ്ത് കൊടുക്കലാണ് ഇയാളുടെ ഡ്യൂട്ടി. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്താ? ഷെയറിങ് ആക്സസ് ടു യുവർ ആപ്ലിക്കേഷൻ ഡാറ്റ വിത്ത് അതർ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ ഡാറ്റ വേറെ ആപ്ലിക്കേഷൻസിന് ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ. നെക്സ്റ്റ്, സെൻഡിങ് ഡാറ്റ ടു ഒരു വിഡ്ജറ്റിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം. റിട്ടേണിംഗ് custom search suggestions for your application through the search framework using search recent suggestions provider. സോ ഇതൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്ന കണ്ടന്റ് പ്രൊവൈഡറായിട്ട് റിലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ഫ്രെയിംവർക്ക്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ സെർച്ച് റീസെൻറ്റ് സജഷൻസ് പ്രൊവൈഡർ വെച്ചിട്ട് നമുക്ക് സെർച്ച് സജഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ഓൾറെഡി നമുക്ക് വരില്ലേ, കസ്റ്റമായിട്ട് സെർച്ച് സജഷനൊക്കെ വരുമല്ലോ, അപ്പോൾ അതെല്ലാം കിട്ടാൻ. ദെൻ സിങ്ക്രണൈസിങ് ആപ്ലിക്കേഷൻ ഡാറ്റ വിത്ത് യുവർ സെർവർ യൂസിങ് ആൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അബ്സ്ട്രാക്ട് ത്രെഡഡ് സിങ്ക് അഡാപ്റ്റർ. അപ്പോൾ ഈ മെത്തേഡ്സിൻ്റെ പേരുകളൊക്കെ ഒന്ന് നോക്കി വെക്കാമെന്ന് മാത്രം, അത്രേ വേണ്ടൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ സെർവറായിട്ട് ഡാറ്റ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, അബ്സ്ട്രാക്ട് ത്രെഡഡ് സിങ്ക് അഡാപ്റ്റർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലോഡിംഗ് ഡാറ്റ ഇൻ യുവർ UI യൂസിങ് എ കേഴ്സർ ലോഡർ. നമ്മളുടെ യൂസർ ഇൻ്റർഫേസിലേക്ക് ഇത് നമുക്ക് ആവശ്യം വരും കേട്ടോ. കേഴ്സർ ലോഡർ നമ്മളുടെ യൂസർ ഇൻ്റർഫേസിലോട്ട് ഡാറ്റാസ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേഴ്സർ ലോഡർ എന്നുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടന്റ് പ്രൊവൈഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഡാറ്റ ഷെയർ ചെയ്യാം, വിഡ്ജറ്റിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം, അതുപോലെ കസ്റ്റം സെർച്ച് സജഷൻസ് വരാം. സെർച്ച് റീസെൻറ്റ് സജഷൻസ് പ്രൊവൈഡറാണ് ആ ഫ്രെയിംവർക്ക്. അതുപോലെ സെർവറായിട്ട് ഡാറ്റ സിങ്ക് ചെയ്യാൻ അബ്സ്ട്രാക്ട് ത്രെഡഡ് സിങ്ക് അഡാപ്റ്റർ, ലോഡിംഗ് ഡാറ്റ ഇൻ ടു UI യൂസിങ് കേഴ്സർ ലോഡർ. ഈ 3 പേരുകളും ഒന്ന് പഠിച്ചു വയ്ക്കുക, ഈ ഒരു ഫംഗ്ഷൻസ് നോക്കി വയ്ക്കുക. And this is the relationship between this content provider and other components. നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ റിലേഷനാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടന്റ് പ്രൊവൈഡർ ഉണ്ട്, അവരെന്ത് ചെയ്യും, നമ്മളുടെ ഡാറ്റ സ്റ്റോറേജ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതർ ആപ്ലിക്കേഷൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിഡ്ജറ്റ്സിലേക്ക് ഡാറ്റ കൊടുക്കുന്നു, സെർച്ചിലോട്ട് നമുക്ക് കസ്റ്റം സെർച്ച് സജഷനൊക്കെ കൊടുക്കാം. ദെൻ കേഴ്സർ ലോഡർ ഉണ്ട്, UIയിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ ഡാറ്റ ലോഡ് ചെയ്യാൻ, അതുപോലെ സെർവറായിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സ്ട്രാക്ട് ത്രെഡഡ് സിങ്ക് അഡാപ്റ്റർ ഉണ്ട്. സോ ദീസ് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കണ്ടന്റ് പ്രൊവൈഡർ ആൻഡ് അതർ കമ്പോണൻസ്. അപ്പോൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് ആ നേരത്തെ പറഞ്ഞ ആ പിക്ചേഴ്സും കാര്യങ്ങളും പോയിന്റ്സും മാത്രമേ ഉള്ളൂ ഇവിടെ റെക്ടാങ്കിൾസിൽ എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മൾ അതിൻ്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ. ഡാറ്റ കണ്ടന്റ് പ്രൊവൈഡറിൻ്റെ യൂസിങ് എങ്ങനെയാണ് വരുന്നതെന്ന്. ടു ആക്സസ് ഡാറ്റ ഇൻ എ കണ്ടന്റ് പ്രൊവൈഡർ യൂസ് കണ്ടന്റ് റിസോൾവർ ഓബ്ജക്റ്റ്. അപ്പോൾ നോർമലി ഇത് പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിങ്ങിൽ നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് അല്ല യൂസ് ചെയ്യുന്നത്, അതായത് പാക്കേജസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ കണ്ടന്റ് റിസോൾവർ ഓബ്ജക്റ്റ്, ഈ ഓബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടന്റ് റിസോൾവർ ഓബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. The content resolver object communicates with the provider object, an instance of a class that implements content provider. എന്ത് പറഞ്ഞു? കണ്ടന്റ് പ്രൊവൈഡറിൻ്റെ ഒരു ഓബ്ജക്റ്റ്, കണ്ടന്റ് പ്രൊവൈഡർ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രൊവൈഡർ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ പ്രൊവൈഡർ ഒബ്ജക്റ്റ് ആയിട്ടാണ് കണ്ടന്റ് റിസോൾവർ ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് കണ്ടന്റ് പ്രൊവൈഡർ ഒബ്ജക്റ്റ് റിസീവ്സ് ഡാറ്റ റിക്വസ്റ്റ് ഫ്രം ക്ലയൻസ് പെർഫോമിംഗ് ദ റിക്വസ്റ്റഡ് ആക്ഷൻ ആൻഡ് റിട്ടേൺ ദ റിസൾട്ട്. അപ്പോൾ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഡാറ്റാബേസ് ആയിട്ടും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഈ കണ്ടന്റ് പ്രൊവൈഡർ ഒബ്ജക്റ്റ് ആണ്. ഇവരാണ് ഏതൊക്കെ ഡാറ്റ റിക്വസ്റ്റ്, ക്ലയൻസ് എന്നുള്ള ഡാറ്റ റിക്വസ്റ്റ് എടുക്കും, ആർക്കൊക്കെ ഏത് ഡാറ്റയൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ കോൾ ലോഗിന് കോൺടാക്റ്റ് വേണം, അതല്ലെങ്കിൽ ഇപ്പോൾ വാട്സാപ്പ് ആണെങ്കിൽ നമുക്ക് മീഡിയ സ്റ്റോറിൻ്റെ ഡാറ്റാസ് കിട്ടണം. അപ്പം അങ്ങനെ ഡാറ്റ റിക്വസ്റ്റ് എല്ലാം ക്ലയൻസ് നിന്ന് എടുത്തു, ആൻഡ് എടുത്തിട്ട് പെർഫോംസ് ദ റിക്വസ്റ്റഡ് ആക്ഷൻ ആൻഡ് റിട്ടേൺസ് ദ റിസൾട്ട്. ഓക്കെ, റിക്വസ്റ്റഡ് ആക്ഷൻ പെർഫോം ചെയ്ത് റിസൾട്ട് കൊടുത്തു. The content resolver method provides the basic crude functions of persistent storage. നമ്മൾ പറഞ്ഞല്ലോ കണ്ടന്റ് പ്രൊവൈഡറിൻ്റെ ബേസിക് ഫംഗ്ഷൻ ക്രൂഡ് ഫംഗ്ഷൻ എന്നാണ് പറയുക. ക്രിയേറ്റ്, റിട്രീവ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. ഈ ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്നത് കണ്ടന്റ് റിസോൾവറിൻ്റെ മെത്തേഡ്സ് ആയിരിക്കും. എ കോമൺ പാറ്റേൺ ഫോർ ആക്സസിങ് എ കണ്ടന്റ് പ്രൊവൈഡർ ഫ്രം UI uses a cursor loader to run an asynchronous query in the background. അപ്പോൾ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് കേഴ്സർ ലോഡർ എന്നുള്ള ടേമാണ്. ഈ കേഴ്സർ കണ്ടന്റ് റിസോൾവർ ക്ലാസ്സസ് യൂസ് ചെയ്യണമെങ്കിൽ, അവിടെ നിന്ന് ഡാറ്റാസ് കിട്ടണമെങ്കിൽ, നമ്മുടെ യൂസർ ഇൻ്റർഫേസിലേക്ക് അത് ഡാറ്റാസ് കൊടുക്കണമെങ്കിൽ എല്ലാം കേഴ്സർ ലോഡർ വേണം. കേഴ്സർ ലോഡർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ആക്ടിവിറ്റി ഓർ ഫ്രാഗ്മെൻറ്റ് ഇൻ UI. അപ്പോൾ ഇനി വർക്കിംഗ് പറയാൻ പോവാണ് കറക്റ്റ്. അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി, അതായത് നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഫസ്റ്റ് വിൻഡോ ഒരു ആക്ടിവിറ്റി, അതാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് അല്ലേ, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതാണ് അത് യൂസർ ഇൻ്റർഫേസ്. ഈ യൂസർ ഇൻ്റർഫേസ് നമുക്കൊരു പെർട്ടിക്കുലർ ഡാറ്റ വേണം.
ഡാറ്റ വേണമെങ്കിൽ അതിൻ്റെ എന്ത് വേണം, നമ്മളിപ്പോൾ ഒരു ബ്രൗസ്, ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാൻ പോവാം. അപ്പോൾ വാട്സപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലേ, എൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് വാട്സപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്, ഞാൻ ബ്രൗസ് ചെയ്തു. ബ്രൗസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ മീഡിയ സ്റ്റോറിൽ, അതായത് നമ്മളുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ മീഡിയ സ്റ്റോർ എന്നുള്ള കണ്ടന്റ് പ്രൊവൈഡർ ആണ് നമുക്ക് വേണ്ടത്. കാരണം ആ ഡാറ്റാസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റയല്ലേ, അത് ഷെയർ ചെയ്യാനാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ യൂസർ ഇന്റർഫേസ് ആദ്യം കേഴ്സർ ലോഡർ ക്ലാസ്സിനെയാണ് കോൾ ചെയ്യുക. കേഴ്സർ ലോഡർ ക്ലാസ് ടു ദ ക്വറി വിച്ച് ഇൻ ടേൺ ഗെറ്റ്സ് ദ കണ്ടന്റ് പ്രൊവൈഡർ യൂസിങ് ദ കണ്ടന്റ് റിസോൾവർ. അപ്പോൾ കേഴ്സർ ലോഡർ ഉണ്ട്, കേഴ്സർ ലോഡർ കണ്ടന്റ് റിസോൾവർ ക്ലാസ്സിനെ കോൾ ചെയ്യും. കണ്ടന്റ് റിസോൾവർ ക്ലാസ്സിൽ നിന്ന് കണ്ടന്റ് പ്രൊവൈഡറിന്റെ ഓബ്ജക്റ്റ് നമുക്ക് കിട്ടും. This allows the UI to continue to be available to the user while the query is running. Okay. This pattern involves the interaction of a number of different objects as well as the underlying storage mechanism. ഇപ്പോൾ പറഞ്ഞ ഇൻട്രാക്ഷൻ ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത്. ഡാറ്റ സ്റ്റോറേജ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ തുടങ്ങാം. നമ്മളുടെ ആക്ടിവിറ്റി, ഞാനിപ്പോൾ വാട്സപ്പ് പറഞ്ഞല്ലോ, നമ്മളുടെ ആക്ടിവിറ്റിയാണിത്. അപ്പോൾ ആക്ടിവിറ്റിക്ക് ഒരു പെർട്ടിക്കുലർ ഡാറ്റ വേണം. അപ്പോൾ ഒരു ഫോട്ടോ ആയിക്കോട്ടെ, മീഡിയ സ്റ്റോർ എന്നുള്ളൊരു പെർട്ടിക്കുലർ ഡാറ്റ വേണം. അപ്പോൾ അത് ആദ്യം ആ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നത് UI-യിലേക്ക് ഡാറ്റാസ് ലോഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ് മെത്തേഡ് എന്ന് പറയുന്നത് കേഴ്സർ ലോഡർ ആണ്. സോ ആക്ടിവിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആദ്യം കേഴ്സർ ലോഡർ ആയിട്ടായിരിക്കും. കേഴ്സർ ലോഡർ കോൾസ് ദ കണ്ടന്റ് റിസോൾവർ ക്ലാസ് which in turn calls the content provider object, and this content provider object communicate with the data storage. നമ്മളുടെ മീഡിയ സ്റ്റോർ എന്ന ഡാറ്റാസ് എടുത്ത ഡാറ്റാസ് ഡബിൾ എൻഡഡ് ആരോസ് ആണല്ലേ, എടുത്ത ഡാറ്റാസ് ഈ വഴി തന്നെ അങ്ങ് തിരിച്ചു പൊക്കോളും. കണ്ടന്റ് പ്രൊവൈഡറിന് കൊടുക്കും, കണ്ടന്റ് റിസോൾവർ അത് കേഴ്സർ ലോഡിലേക്ക് കൊടുത്ത് അയാൾ അത് നമ്മളുടെ ആക്ടിവിറ്റിയിലേക്ക് ലോഡ് ചെയ്തോളും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ കണ്ടന്റ് പ്രൊവൈഡർ, അതർ ക്ലാസ്സസ് ആൻഡ് സ്റ്റോറേജസ്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ആർക്കിടെക്ചറിൽ പറയുമ്പോൾ ഈ ഒരു 2 ഫിഗേഴ്സ് കാണിച്ചാൽ മതിയാവും. റിലേഷൻഷിപ്പ് വിത്ത് അതർ കമ്പോണൻസും ദെൻ ദിസ് ഇൻറ്ററാക്ഷൻ വിത്ത് ദിസ് കമ്പോണൻസും, പിന്നെ വാട്ട് ഇസ് കണ്ടന്റ് പ്രൊവൈഡർ, നീഡ് ഓഫ് കണ്ടന്റ് പ്രൊവൈഡർ, അത്രയും കൺസെപ്റ്റ്സ് പറഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കുറച്ച് അത്രയും അങ്ങ് എല്ലാവർക്കും ഈസി ആയിട്ട് അങ്ങ് മനസ്സിലാവുന്ന ടോപ്പിക് അല്ല, കുറച്ച് ട്രിക്കിയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.